പെരിയ ഇരട്ടക്കൊലക്കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചുകൊണ്ട് കൊച്ചി CBI കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഈ കേസിൽ തന്നെ 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചുകൊണ്ട് രാഷ്ട്രീയ കേരളത്തിൽ വളരെ നിർണായകമായ വിധി ഇന്ന് CBI കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. SS ശരൺ ചേരുന്നു വിശദാംശങ്ങളുമായി. ശരൺ, ഈ വിധിയുടെ മറ്റ് വിശദാംശങ്ങൾ എന്താണ്? പെരിയ ഇരട്ടക്കൊലക്കേസിലെ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ലഭിച്ചിട്ടുള്ളത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 14, 15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം. ഈ കേസിലെ മറ്റ് പ്രതികളായ CPM നേതാക്കൾ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് വിധിച്ചിട്ടുള്ളത്. SS ശരൺ ചേരുന്നു. ശരൺ, വിധിയിലെ മറ്റ് വിശദാംശങ്ങൾ എന്താണ്? മറ്റു വിശദാംശങ്ങൾ, അത് ഉത്തരവിന്റെ പകർപ്പ് അത് ലഭ്യമാകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിധി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 10 പേർക്കാണ് ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ അവര് ഹിറ്റ് സ്ക്വാഡ് ആയിട്ടാണ് ഇതിൽ പ്രവർത്തിച്ചത്. അവരാണ് നേരിട്ട് ഈ കൃപേഷിനെയും ശരത്ലാലിനെയും ആക്രമിച്ചു എന്നുള്ളതായിരുന്നു TVയുടെ കണ്ടെത്തൽ. അങ്ങനെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തമാണ്. ഇതിന് പുറമെയാണ് 10, 15 പ്രതികൾക്ക് 10-ാം പ്രതിയായ രഞ്ജിത്തിനും 15-ാം പ്രതിയായ വിഷ്ണു എന്നറിയപ്പെടുന്ന സുരേന്ദ്രനും ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ 2 പ്രതികൾക്കും 10, 15 പ്രതികൾക്കെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുന്നതാണ്. അങ്ങനെ കഴിഞ്ഞോടുകൂടി തന്നെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ എന്താണോ കുറ്റം ചുമത്തിരുന്നത് അത് ഈ പ്രതികൾക്കും കൂടി ബാധകമാവുകയായിരുന്നു. അങ്ങനെയാണ് ഇവർക്കും കൂടി ഇരട്ട ജീവപര്യന്തത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ഒരു വിധി ശിക്ഷാവിധി വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് 4 CPM നേതാക്കളിലേക്കാണ്. ആ 4 CPM നേതാക്കൾക്കും ഒരേ വിധി എന്നുള്ളതാണ്, ഒരേ ശിക്ഷ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് കൊച്ചി CBI കോടതി വിധിച്ചിരിക്കുന്നത്. 14-ാം പ്രതിയായ K മണികണ്ഠൻ ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയാണ്. ഇയാൾക്കും ഒപ്പം തന്നെ KV കുഞ്ഞിരാമൻ മുൻ ഉദുമ MLA ആണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഒപ്പം 21-ാം പ്രതിയായിട്ടുള്ള രാഘവൻ വെളുത്തോളി, 22-ാം പ്രതിയായ KV ഭാസ്കരൻ, അങ്ങനെ ഈ 4 നേതാക്കളും 5 വർഷം തടവ് അനുഭവിക്കണം എന്നുള്ളതാണ് ശിക്ഷാവിധിയായി വന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രതികളെയും പുറത്തേക്ക് ഇറക്കും. അങ്ങനെ കോടതിയിൽ നിന്ന് ഇറക്കുമ്പോൾ അവരുടെ പ്രതികരണം കൂടി നമ്മൾ ആരായുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് നേരത്തെ വധശിക്ഷ വേണമെന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. കാരണം ചെറുപ്പക്കാരായ 2 പേരെ, 19ഉം 23 വയസ്സും മാത്രം പ്രായമുള്ള 2 പേരെയാണ് അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ വധശിക്ഷയിലേക്ക് പോകുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്നുള്ള വാദം കൂടിയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് അല്ല എന്നുള്ളതാണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നത്. അത് സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കമാണ് അവർ ശിക്ഷയിന്മേലുള്ള വാദം നടത്തുന്നതിനിടയിലും അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. കഴിഞ്ഞ മാസം 28-ാം തീയതി ഈ 14 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ശിക്ഷയിന്മേലുള്ള വാദം നടന്നിരുന്നതാണ്. അപ്പോൾ തന്നെ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് അല്ല എന്നുള്ളതാണ്. അത് തന്നെ ഇന്ന് ആവർത്തിക്കുകയും ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ പ്രതികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല. നേരത്തെ സമാനമായി കൊലക്കുറ്റം അടക്കമുള്ള അല്ലെങ്കിൽ കൊലക്കേസുകളടക്കം പ്രതികളായിട്ടുള്ള ആളുകളല്ല, അങ്ങനെ സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള ആളുകളല്ല. ഒപ്പം തന്നെയാണ് ഈ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളും ഒപ്പം വൈകാരിക ചില വശങ്ങൾ കൂടി ഈ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്നുള്ളത് ഒരു പക്ഷേ കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ടാകണം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകണം ഇരട്ട ജീവപര്യന്തം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വധശിക്ഷ ഇല്ല എന്നുള്ളതാണ്